എല്ലാവർക്കും നമസ്കാരം. വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഈ ഒരാഴ്ചക്കാലം ഗുണപരമായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങളും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രയ്ക്കുള്ള സമയങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാകുന്നതിനും ഭാര്യാഭർത്തൃ ജീവിതങ്ങൾ പൊതുവെ സമാധാനപരിപൂർണമായിട്ട് കഴിയുന്നതിനും കലഹങ്ങളൊക്കെ ഒഴിവായിക്കൊണ്ട് കഴിയുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം മേടക്കൂറുകാരെ സംബന്ധിച്ച് ലഭിക്കുന്നതായിരിക്കും. കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് പൊതുവെ ധനപരമായിട്ടുള്ള നഷ്ടം വരാതിരിക്കാൻ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നത് കഴിയാവുന്നതും ഒഴിവായി മാറുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും വേണം ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം മറ്റുള്ളവരോട് ഇടപഴകാനായിട്ട്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ വിപരീത ഫലത്തെ നൽകാനായിട്ട് ഇടയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. തൊഴിൽ സ്ഥാനത്ത് സ്ഥാനമാറ്റങ്ങൾക്കൊക്കെ യോഗം പറയുന്നതിനാൽ തൊഴിൽ സ്ഥാനത്തും വളരെ ആലോചിച്ചും ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്നത് വരുന്ന ദോഷങ്ങളെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ഒരാഴ്ചക്കാലം ദോഷശാന്തിക്കായിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നാളികേരം ഉടയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. 10ാം ഭാവത്ത് ശനിയുടെ സ്ഥിതി ഉണ്ടെങ്കിൽ പോലും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഉള്ള യോഗങ്ങൾ നൽകുന്നുണ്ട്. പുതിയ തൊഴിലൊക്കെ ആരംഭിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഡെക്കറേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് നൽകുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഏറെ നേട്ടങ്ങൾ കൈകാര്യം വന്നു ചേരുന്നതാണ്. ചെറുകിട കച്ചവടക്കാർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. അന്യദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ ഏറ്റവും പ്രയോജനപ്പെടുന്ന സമയവും ദൂരദേശ യാത്രകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുങ്ങുന്നതിനും പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സമയം ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയുന്നുണ്ട്. ഇവർ ഈ ഒരാഴ്ചക്കാലം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ധനനഷ്ടങ്ങൾ ആധിക്യമായിട്ട് വന്നു ചേരാനുള്ളൊരു യോഗം ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രം ചെയ്യുക. ദാമ്പത്തിക ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹസ്ഥാനം മോടി പിടിപ്പിക്കുന്നതിനും വാഹനങ്ങൾക്കൊക്കെ മോടി പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. കൂടുതൽ ആഡംബരത്തിന് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കാനായിട്ടുള്ള യോഗം കാണുന്നതിനാൽ അനാവശ്യമായിട്ടുള്ള ധനച്ചെലവിനെ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് വ്യാഴാഴ്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും നെയ്ദീപം തെളിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രത്തിക്കാലം ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്തെടുക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങൾ ഈ ഒരാഴ്ചക്കാലം നൽകുന്നുണ്ട്. തൊഴിൽ സ്ഥാനത്ത് തന്നെ എല്ലാവരും അംഗീകാരം ലഭിക്കുന്നതിനുള്ള യോഗങ്ങളും നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കി നമുക്ക് തരുന്ന അംഗീകാരം മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ പേരിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മളോടുണ്ടായിരുന്ന വിരോധങ്ങളൊക്കെ മാറി ആൾക്കാർ നമ്മളെ സമീപിക്കുന്നതിനുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പൊതുവെ ദോഷങ്ങളൊന്നും തന്നെ പറയുന്നില്ല എങ്കിൽ തന്നെയും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിന് ഇരട്ടി ഗുണത്തെ നൽകുന്നതായിരിക്കും. ഉത്തരത്തിമുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ ആലോചിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തൊഴിൽ നഷ്ടം വരാതിരിക്കാൻ വളരെ നല്ലപോലെ ആലോചിച്ച് വിദഗ്ധ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപവാദ യോഗങ്ങളൊക്കെയുള്ള സാഹചര്യം നൽകുന്നതിനാൽ ഭക്ഷണം വളരെ വൃത്തിയോടുകൂടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അന്യദേശത്ത് ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനൊക്കെ സമയം പറയുന്നുണ്ട് എങ്കിൽ തന്നെയും തൊഴിൽ സ്ഥാനത്ത് പലവിധത്തിലുള്ള പ്രയാസങ്ങളോ തൊഴിൽ നഷ്ടത്തിനോ ഉള്ള യോഗം നൽകുന്നതിനാൽ
പ്രത്യേകം ഈ ഒരു ആഴ്ചക്കാലം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എല്ലാ ദിവസവും ഓം നമോ നാരായണ എന്ന് ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഹനുമൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഇരട്ടി ഗുണത്തെ നൽകുന്നതായിരിക്കും. ചിത്രത്തിരയും ചോതിയും വിശാഖക്കാലം ഉൾപ്പെടുത്ത തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ മിശ്രിതമായ ഒരു ഫലമാണ്. എങ്കിൽ തന്നെയും കുടുംബസ്ഥാനത്തെ കലഹങ്ങളൊക്കെ നീറുന്നതിനും മാറുന്നതിനും കുടുംബസ്ഥാനത്ത് ഐക്യത കൈവരുന്നതിനൊക്കെയുള്ള യോഗം നൽകുന്നുണ്ട്. ഭാര്യാഭർത്തൃ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പറയാം. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കുന്നതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. സമീപത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കടുംപായസ നേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിശാഖത്തിക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായ ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ സ്ഥാനത്ത് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും തൊഴിൽ ഭാരം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുന്നതിനുള്ള യോഗം നൽകുന്നുണ്ട്. അത് നമുക്ക് പലവിധത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ നൽകും. എങ്കിൽ തന്നെയും തൊഴിൽ സ്ഥാനത്ത് കിട്ടുന്ന അംഗീകാരവും സാമ്പത്തിക വർധനയൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഗൃഹസ്ഥാനത്ത് സമാധാന അന്തരീക്ഷമായിരിക്കും. രോഗാദി ദുരിതങ്ങളൊക്കെ നീങ്ങി ശാരീരിക സൗഖ്യങ്ങളൊക്കെ വരുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം ഉൾപ്പെട്ട ധനുക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന സമയമാണ്. രോഗാദി ദുരിതങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായി വരുന്ന വ്യാധികൾ ഇവരെ പല രീതിയിലും ബാധിക്കാനുള്ള സാഹചര്യങ്ങളും ശസ്ത്രക്രിയയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ കഴിയാവുന്നതും എല്ലാത്തരം രോഗാദി ക്ലേശങ്ങൾക്കും വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹസ്ഥാനത്ത് പൊതുവെ സമാധാന അന്തരീക്ഷമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ഈ ഒരാഴ്ചക്കാലം ഏറെ ഇവരെ ബുദ്ധിമുട്ടാക്കുന്നത് രോഗാദി ക്ലേശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വൈദ്യസഹായം പ്രത്യേകമായിട്ട് തേടേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ നൽകും. വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള സാഹചര്യവുമുണ്ട്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെട്ട മകരക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമാണ്. ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനും നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങളൊക്കെ പ്രാവർത്തിക തലത്തിലെത്തിക്കുന്നതിനൊക്കെയുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം പറയാം. തൊഴിൽ ആരംഭിക്കുന്നതിന് ഏറെ നാളായി പ്രതീക്ഷയോട് കൊണ്ടു നടക്കുന്നവരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് നേട്ടങ്ങളും ഗുണഫലത്തെയും നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവരീതി ഇവരെ സംബന്ധിച്ച് മാറ്റിവെക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ചക്കാലം വളരെ ഗുണഫലത്തെ നൽകുന്നതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാര സൂക്തം ജപിച്ച് അർച്ച നടത്താനായിട്ട് ശ്രമിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമായ ഫലത്തെ നൽകും. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതിക്കാലും ഉൾപ്പെട്ട കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ ഉത്തമമായിരിക്കുന്ന സമയമാണ് ഈ വരാൻ നിൽക്കുന്നത്. രോഗാദി ക്ലേശങ്ങളൊക്കെ നീങ്ങി കുടുംബസ്ഥാനത്ത് സൗഖ്യങ്ങളൊക്കെ വരുന്നതിനും കുടുംബ അംഗങ്ങളുമായിട്ട് ഐക്യതയെ കഴിയുന്നതിനും ഏറെ നാളായി പ്രതീക്ഷയോട് കൊണ്ടു നടന്ന ഭൂമി എന്ന് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം പറയാം. ഭൂമി വാങ്ങിക്കുന്നതിനും ഗൃഹനിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യക്കുറികളിൽ നിന്നായാലും ചിട്ടി പോലുള്ളതായ ധനപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ധനലാഭം ഇവർക്ക് ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ ബാധിച്ചിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങി ഉത്തമമായ മനോബലത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് സംജാതമാകും. ഇവരുടെ ദോഷശാന്തിക്കായിട്ടും സാമ്പത്തികപരമായ പുരോഗതിക്ക് വേണ്ടിയിട്ടും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്രം ജപിച്ച് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമാണ്. എങ്കിൽ തന്നെയും നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ ഏറെ ഫലനേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യമുണ്ടാകും. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വാഹനം കൈകാര്യം ചെയ്യാനായിട്ട്. യന്ത്രങ്ങളിൽ നിന്നോ ആയുധങ്ങളിൽ നിന്നുള്ള മുറിവിനെയൊക്കെ പറയുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും. അതുകൊണ്ട് ക്ഷമാശീലം ഈ നക്ഷത്രക്കാർ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടുന്നതായ സ്വഭാവവിശേഷണം നമ്മൾ മാറ്റിവെക്കുന്നത്
ഏറ്റവും ഉത്തമമായിരിക്കും. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക, മറ്റുള്ളവർക്ക് ഗുണഫലത്തെ മാത്രം നൽകുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോടായി പറയുന്ന സ്വഭാവ രീതിയും ഈ നക്ഷത്രക്കാർ മാറ്റേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഭഗവാൻ വെള്ളിയാഴ്ച ദിവസം കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഫലത്തെ നൽകും. എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.